നമസ്കാരം. കേരളത്തിൻ്റെ കായിക ഭാവി ആണ് ചർച്ചയുടെ വിഷയം. ചാടിക്കടിക്കേണ്ട ഹഡിൽസ് എന്താണെന്ന് നമുക്ക് ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം നമുക്ക് ഭാവിയാണല്ലോ പ്രധാനം. ഭൂതകാലത്തു നിന്ന് തുടങ്ങാം. പ്രൗഢോജ്വലമായൊരു ഭൂതകാലമാണ് കേരളത്തിന് അത്ലറ്റിക്സിലുണ്ടായിരുന്നത്, കായിക മേഖലയിലുണ്ടായിരുന്നത്. പക്ഷേ വർത്തമാനകാലം ഇത്തിരി സംശയകരമായ സാഹചര്യത്തിലാണ്. എങ്ങോട്ടാണ് പോക്ക് എന്ന് നമുക്ക് കൃത്യമായ നിഗമനത്തിലെത്താൻ പറ്റാത്ത രീതിയിൽ ആശങ്കാജനകമായൊരു സാഹചര്യത്തിലാണ്. ഇത് കടന്നിട്ട് നമുക്ക് ഭാവിയിലേക്ക് എത്താം. ഇവിടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. വിശ്വനാഥ് എന്ന് പറയുന്ന എൻ്റെ ചീഫാണ്. അതുകൊണ്ട് ഞാൻ വിശ്വേട്ടാന്നായിരിക്കും വിളിക്കുന്നത്. ഞങ്ങൾ ഓരോ ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അദ്ദേഹം അസിസ്റ്റൻ്റ് എഡിറ്ററാണ് മാതൃഭൂമിയുടെ. മാതൃഭൂമി യാത്ര, ഗൃഹലക്ഷ്മി, സ്റ്റാർ ആൻഡ് സ്റ്റൈൽ ഒക്കെയുള്ള ക്ലസ്റ്ററിൻ്റെ ഹെഡാണ്. അത് സബ് എഡിറ്ററും ചീഫ് സബ് എഡിറ്ററും അസിസ്റ്റൻ്റ് എഡിറ്ററോടും ഇവിടെ ആളാവില്ല. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ അവർ ചെറിയ തിരുത്ത് പറയുന്നു. നമുക്ക് തുടങ്ങാം. കേരളത്തിൻ്റെ കായിക മേഖലയിലെ ഭാവി എന്താണ് എന്നുള്ളതാണ് വിഷയം. നമുക്ക് അറിയാവുന്ന പോലെ വലിയ പേരുകേട്ട ഒരുപാട് അത്ലറ്റുകൾ ഉണ്ടായ ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ എടുത്തു പറയാവുന്ന പേരുകൾ കേരളത്തിൽ നിന്നും ഉണ്ടാവുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആശങ്കയും എല്ലാവരുടെയും ചോദ്യം. ഇപ്പോൾ ദേശീയ തലത്തിൽ കേരളത്തിനൊരു പേരുണ്ടാക്കി, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയി ദേശീയ തലത്തിൽ ശ്രദ്ധേയയായ മിനിമോളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്കങ്ങനെ എടുത്തു പറയാവുന്ന ഒരു താരം ഇല്ലാത്തത് ഒരു മേഖലയിലും? ഇപ്പോഴെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എൻ്റെ സ്പോർട്സിൻ്റെ കരിയറിൻ്റെ ആദ്യം പറയാം. അപ്പം ഞാനൊക്കെ വളർന്നതെന്ന് പറയുന്ന ഒരു സ്പോർട്സ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 7ാം ക്ലാസ് 6ാം ക്ലാസ് ആ സമയം തൊട്ടാണ് ഞാൻ സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വില്ലൻ ഇപ്പോഴത്തത് മൊബൈലാണ്. അതിനെ നമ്മൾ ഒന്നും മാറ്റിവെക്കാനില്ല. മൊബൈലിൽ എന്ന് പറയുന്ന ഒരു വില്ലനാണ് നമ്മുടെ കൂടെ സഞ്ചാരി. ഇപ്പം എൻ്റെ കയ്യിലും ഉണ്ട്, നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഞാൻ അന്ന് സ്പോർട്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നാളെ അല്ലെങ്കിൽ ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഉഴപ്പിയാൽ നാളെ എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സാധനം സ്പോർട്സ് മാത്രമേ ഉള്ളൂ. ഇൻക്ലൂഡിങ് ഇപ്പോൾ സ്റ്റഡി പോലും നമ്മുടെ സെക്കൻഡറി ആണ്. നമ്മൾ നാളത്തെ പെർഫോമൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലേക്ക് വരണം, അല്ലെങ്കിൽ നാളെ നമ്മൾ എങ്ങനെ ഉണ്ടാവണം, നമ്മുടെ കോച്ച് നാളെ തരുന്ന വർക്കൗട്ട് എങ്ങനെ ഉണ്ടാവും, അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. നമ്മൾ പല ദിവസങ്ങളും കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അതാണ് ആലോചിച്ച് കിടക്കുന്നത്. പക്ഷെ ഇന്നത്തെ സ്പോർട്സ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ കഴിഞ്ഞ മാർച്ച് വരെ കളിച്ച് നിർത്തിയ ഒരാളാണ്. എനിക്ക് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ടീമിൽ ഇപ്പം എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന 18, 20 വയസ്സുള്ള പിള്ളേർ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒന്ന് പറയുന്ന അവർക്ക് എന്താ പറയുക, ഇതിനോടുള്ളൊരു ഇൻട്രസ്റ്റ്. ആരോ പറഞ്ഞു പോകുന്നു, ചെയ്യുന്നു, അതിൽ ചിലപ്പോൾ ഒരു മെഡൽ കിട്ടുന്നു. അവർക്ക് മെഡൽ കിട്ടിയാലും സന്തോഷമില്ല, മെഡൽ കിട്ടിയില്ലെങ്കിലും സന്തോഷമില്ല. ആ ഒരു അവസ്ഥയാണ് നമുക്കൊരു. ഇപ്പം ഞാൻ റെയിൽവേസിന് വേണ്ടിയിട്ടാണ് കുറേ നാൾ നാഷണൽസ് കളിച്ചത്. ഇപ്പം കേരളം റെയിൽവേസ് എന്ന് പറയുന്ന ഒരു മാച്ച് തുടങ്ങുകയാണ്. നമുക്ക് രാത്രി കിടന്ന് ഉറക്കമില്ല. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. ഇവർ ഫുൾ ടൈം ഇരുന്ന് മൊബൈലിൽ ഉറങ്ങുമൊന്നുമില്ല. ഇവർ ഒരു 2 വ്യത്യാസമുണ്ട്. ഉറക്കമില്ല, പക്ഷെ മൊബൈലിരുന്ന് നല്ല ഫിലിമൊക്കെ കണ്ടിട്ട് അവർ ഉറക്കം അളച്ച് വരുന്നത്. പക്ഷെ നമുക്കതല്ല. ടെൻഷനും കൊണ്ടാണ് ഉറക്കാൻ പറ്റാത്തത്. നാളെ നമ്മളെ കണ്ടിന്യൂസ് ഞങ്ങൾ കേരളത്തിനെ തിരിച്ച് റെയിൽവേസ് ഒരു 10-12 വർഷം കണ്ടിന്യൂസ് മെഡൽ കൊണ്ടുപോയിട്ട് അത് നമുക്ക് തിരിച്ച് നാളെ അടി കിട്ടുമോ, ആ ഒരു തോൽവി അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുമോ എന്നുള്ള പേടി കൊണ്ടാണ്. പക്ഷെ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അവർക്കൊന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ഒരു ലക്ഷ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഇപ്പം ഞാൻ പറയില്ലേ, കഴിഞ്ഞ മാർച്ച് വരെ ഞാൻ കളിച്ച് നിർത്തിയ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തന്നെ വേണ്ടാന്ന് തോന്നിയിട്ട് പോരുന്ന അവസ്ഥയിലാണ്. എന്തിന്? നമ്മുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യനാണ്, വൈ? നമ്മൾ ഇത്രയും ആ പിള്ളേർ നമ്മളോട് വന്ന് ചോദിക്കുകയാണ്, ചേച്ചി എന്തിനാണ് ഇത്രമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന്. അതാണ് ആ മക്കൾ ചോദിക്കുന്നത്. അതാ ചേച്ചി ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടോ, ഞങ്ങൾക്ക് അതിൻ്റെ പകുതി ചെയ്യണമെന്ന് അതവർക്ക് തോന്നുന്നില്ല. എന്താ ചേച്ചി ഇത്രയും വർഷം കളിച്ചില്ലേ, നിർത്തിപ്പോയി കൂടെ, ചേച്ചിക്ക് എന്നാ നിർത്താനായില്ലേ? ഇതൊക്കെയാണ് അവരുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മളറിയില്ല. പക്ഷെ നമുക്ക് അവരെ തിരുത്താനും പറ്റില്ല കേട്ടോ. നമ്മൾ കുറേ പറഞ്ഞാലും അതിനൊന്നും മാറി ചിന്തിക്കാനുള്ളൊരിതൊന്നുമില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ഇന്നത്തെ സമൂഹത്തെ കുറ്റം പറയല്ല. പക്ഷെ സ്പോർട്സിൽ ഇപ്പം ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ഇന്നൊരു മെഡൽ, നമ്മൾ
സ്പോർട്സ് ഒരു പേപ്പർ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ന്യൂസ് കാണുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത്, ഞാനൊക്കെ പറയും, ഞാൻ പേപ്പർ തുറന്ന ആദ്യത്തെ ഫ്രണ്ട് പേജ് നോക്കി കഴിഞ്ഞാൽ ആദ്യം സ്പോർട്സ് പേജാണ് തിരിച്ച് മറിച്ച് നോക്കുക. ഇന്ന് എന്താണ് അവിടെ സ്പോർട്സ്? നമുക്ക് കുറേ കാലമായിട്ട് നമുക്ക് കേരളത്തിന് ഒരു അംഗീകാരവും ഇല്ല. ഇപ്പം നമ്മൾ നോക്കണേ, ഇപ്പോൾ കേരളത്തിലൊരു നല്ല പേരെടുത്തൊരു കായിക താരത്തിനെ പറയാൻ പറഞ്ഞാൽ ഒരാൾക്കും പറയാനില്ല. പക്ഷെ എന്താ പറയുക, ഒരു 5 വർഷം മുന്നേ അങ്ങോട്ട് പറയാൻ പറഞ്ഞാൽ നമുക്ക് എത്രയോ ആൾക്കാരെ പറയാനുണ്ട്. ഒരു മെഡൽ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ വന്ന ആൾക്കാരാണ് എല്ലാവരും. നമുക്കിത് പറ്റായിക്കൊന്നുമല്ല. പക്ഷെ എന്താ പറയുക, ഇന്നത്തെ അവരെയും കുറ്റം പറയുന്നില്ല. ജനറേഷന് ഓരോ ഗ്യാപ്പ്, അവർ പറയുന്നൊരു കാര്യം ജനറേഷൻ ഗ്യാപ്പ്. ആ ഒരു ഗ്യാപ്പ് ഭയങ്കര വലിയ ഗ്യാപ്പായിട്ടാണുള്ളത്. നാളത്തെ തലമുറ എന്താകും അതിനെ നമ്മൾ മാറ്റി. ഇപ്പം നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും ആവില്ല. പക്ഷെ നാളെ നമ്മൾ തന്നെ അവരെ തിരിച്ച് കൊണ്ടുവരണം. അപ്പോൾ തലമുറ മാറ്റം സ്പോർട്സിനെയും ബാധിച്ചു എന്നാണ് അഭിപ്രായം. നമ്മൾ ഇതിനു മുമ്പുള്ള ചർച്ചയിലും ഇത് കേട്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മിനിമോൾ സൂചിപ്പിച്ച ഒരു കാര്യം, കേരളത്തിലൊരു താരത്തിനെ പെട്ടെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും മനസ്സിൽ വരുന്നൊരു താരം സഞ്ജു സാംസൺ ആയിരിക്കും ചിലപ്പോൾ. അത് ക്രിക്കറ്റിൻ്റെ ഒരു പവറാണ്. ഇന്ത്യയിലാണെങ്കിൽ പൊതുവേ ക്രിക്കറ്റിനോടൊരു ചായ്വ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത സംസാരിക്കേണ്ട ആൾ ക്രിക്കറ്റിന് പ്രത്യേക താല്പര്യമുള്ള വ്യക്തിയാണ്. സച്ചിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജേർണലിസ്റ്റായ ഒരാളാണ്. അപ്പോൾ ഈ ക്രിക്കറ്റിനോടുള്ള ഈ അമിത ആവേശം അത് ഇന്ത്യയിൽ പൊതുവേ കാണുന്നുണ്ട്. അതേ താല്പര്യം നിർഭാഗ്യവശാൽ അതും കേരളത്തിലില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രിക്കറ്റിനോടെങ്കിലും ഒരു അമിത താല്പര്യമുണ്ട്, നമുക്ക് അതുപോലുമില്ല. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ വളരെ സ്പോർട്സിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുമ്പോൾ വളരെ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം സംസാരിക്കേണ്ട ഒരു അവസ്ഥ കൈവരികയാണ്. സത്യത്തിൽ വളരെ പോസിറ്റീവായൊരു കാര്യമാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ജയിക്കുക എന്നൊരു ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ മത്സരിക്കുക എന്നൊരു ലക്ഷ്യത്തിൽ ഭയങ്കര ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു മേഖലയാണ് സത്യത്തിൽ സ്പോർട്സ്. അപ്പോൾ ഞാനിത് തുടങ്ങുന്നത് ഇതിൻ്റെ ഒരു ദയനീയ അവസ്ഥയെക്കുറിച്ച് തന്നെ പറഞ്ഞ് തുടങ്ങാം. ഇപ്പം ദയനീയാവസ്ഥ എന്നല്ല, ഇപ്പോഴത്തെ ഒരു മോശം അവസ്ഥ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഈ കോളേജിൽ പഠിച്ചാണ് 3 പതിറ്റാണ്ട് മുമ്പ്, ഈ കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പഠിച്ച സ്റ്റുഡൻറ്റ്. ഞാൻ ഈ സമയത്ത് ഇവിടുത്തെ ക്രിക്കറ്റ് ടീമിൽ അംഗമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടാണ് ഈ ഭാഗത്ത് എവിടെയോ ഉള്ളത്. ആ ഗ്രൗണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ആ ഗ്രൗണ്ടാണ്, കാണാനില്ല. സോ അത് ഒരു പ്രതീകമാണ്. ഗ്രൗണ്ട് എവിടെ, ഇതിന് പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവാം, ശരി. പക്ഷെ പഠിക്കുന്ന കോളേജിൻ്റെ ക്യാമ്പസിനുള്ളൊരു ഗ്രൗണ്ട് ഉണ്ടായ ഒരു കാലം എന്ന് പറയുന്നത് അത് വളരെ എന്താ പറയുക, സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന് കോളേജ് വികസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ, കെട്ടിടങ്ങൾ വേണ്ടി വരുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഏറ്റവും പിറകിൽ പോകുന്നത് സ്പോർട്സാണ്. സ്പോർട്സിന് വേണ്ടി പ്രത്യേക ഫണ്ടില്ല ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ കളിക്കളം ഇല്ലാതിരിക്കുക. എന്തിനാ ഈ സ്പോർട്സ് കളിക്കളം ഉണ്ടാവുന്നത്? എന്തിനാണ്? ഇന്ത്യക്ക് മെഡൽ നേടാൻ വേണ്ടിയിട്ടാണോ? സത്യസന്ധമായി പറഞ്ഞാൽ ആരോഗ്യമുള്ളൊരു ജനതയെ വളർത്തിയെടുക്കാൻ സ്പോർട്സ് അത്യാവശ്യമാണ്. നമ്മുടെ യൂറോപ്പിലും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ, എന്തിന് നമ്മുടെ ഗൾഫ് കൺട്രീസിൽ പോലും യാത്ര ചെയ്യുന്ന സമയത്ത് ഈ സ്പോർട്സിന് അവർ കൊടുക്കുന്നൊരു പ്രാധാന്യം, അവരതിനു വേണ്ടി ചെലവഴിക്കുന്ന പണം, അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സ്പോർട്സിന് വലിയ പങ്കുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും ജിമ്മിൽ പോകുന്നുണ്ട്. പക്ഷേ ജിമ്മിൽ പോകുന്നതിൻ്റെ ഒരു പാറ്റേൺ നോക്കിയാൽ മതി. എനിക്കറിയില്ല, മുതിർന്ന ആളുകൾ തൊട്ട് എല്ലാവരും പോകുന്നുണ്ട്. ഒരു 3 മാസം പോവും, അല്ലെങ്കിൽ 1 മാസം പോവും, പിന്നീട് ഡിസ്കണ്ടിന്യൂ ചെയ്യും. സത്യമല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ജിമ്മിൽ പോകുക എന്നുള്ളൊരു അധ്വാനം മാത്രമായി മാറുകയാണ്. പക്ഷേ സ്പോർട്സ് അതായിരുന്നില്ല. സ്പോർട്സ് ആൻഡ് ഗെയിംസ് എന്ന് പറഞ്ഞാൽ അത് ആനന്ദിച്ച് ആഹ്ലാദിച്ച് എൻജോയ് ചെയ്ത് ഒരു എൻ്റർടൈൻമെൻറ്റായിട്ടാണ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ആവശ്യമായ മാനസിക ഉല്ലാസം കിട്ടും. അതോടൊപ്പം തന്നെ ശാരീരിക ക്ഷമത എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന എൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി, ഇതിൻ്റെ അളവ് വളരെ കൂടി വരികയാണ്. അർബുദം എന്ന അസുഖം നിയന്ത്രണാതീതമായ രീതിയിൽ കൂടുകയാണ്. അർബുദം സ്പോർട്സുമായിട്ട് എന്താ ബന്ധം? ശരിയായ രീതിയിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആ രീതിയിൽ ഉള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അർബുദ സാധ്യതകൾ കുറവാണെന്ന് എത്രയോ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ക്യാൻസർ വിദഗ്ധന്മാരോട് ചോദിച്ചാൽ അവർ കൃത്യമായി പറയും. അപ്പോൾ ഇങ്ങനെയൊരു ആവശ്യം കൂടി സത്യത്തിൽ സ്പോർട്സിനുണ്ട്. അതുകൊണ്ടാണ് കലാലയങ്ങളിൽ, വിദ്യാലയങ്ങളിൽ സ്പോർട്സിനുള്ള ഫെസിലിറ്റി ഉണ്ടാവുന്നത്. നമ്മുടെ അക്കാദമിക് കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് സ്പോർട്സിനെ ഉൾപ്പെടുത്തി വന്നിരുന്നത്. ഇങ്ങനെ ഈ സ്പോർട്സിനെ ഉൾപ്പെടുത്തി വന്നിരുന്നത് അത്രയും സീരിയസ് ആയി. ഇപ്പം നേരത്തെ മിനിമോൾ പറഞ്ഞ പോലെ മറ്റ് എൻ്റർടൈൻമെൻറ്റ് ഉപാധികൾ ഇല്ലാതിരുന്ന ഒരു കാലത്ത്
കുറവായിരുന്നൊരു കാലത്ത് കൂടുതൽ പേര് സ്പോർട്സിലേക്ക് വരികയും കൂടുതൽ പേര് ഇതിനു വേണ്ടി അധ്വാനിക്കുകയും പിന്നെ മുന്നോട്ട് വരുന്ന സമയത്ത് അതുകൊണ്ട് നേട്ടമുണ്ട് അല്ലെങ്കിൽ ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ജോലി കിട്ടാം, അല്ലെങ്കിൽ പഠിക്കാനുള്ള മെറിറ്റ് ഗ്രേസ് മാർക്ക് കിട്ടാം എന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും ആളുകൾ സ്പോർട്സിലേക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് വലിയ കായിക താരങ്ങളുണ്ടായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് PT ഉഷ, ഷൈനി വിൽസൺ, അഞ്ജു ബി ജോർജ് തുടങ്ങിയ പേരുകൾ, ജിമ്മി ജോർജിനെ പോലത്തെ വലിയ വോളിബോൾ പ്ലെയർ, IM വിജയനെ പോലത്തെ ഫുട്ബോൾ താരങ്ങൾ എല്ലാവരും നമ്മുടെ നിത്യോപയോഗ ഭാഷയിലെ സ്ഥിരം യൂസേജുകളായിരുന്നു. ഉഷയെ പോലെയാണോ എന്ന് ഉള്ളൊരു പ്രയോഗം തന്നെ ഉണ്ടാവും. ഇപ്പം നമ്മൾ ശ്രീനിവാസൻ്റെ സിനിമകളിലെ ചില കഥാപാത്രങ്ങൾ സംസാരിക്കുമ്പോൾ ആ സംഭാഷണം എടുത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നവരെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഇത്തരം താരങ്ങളുടെ പേരുകൾ, ഉഷയെപ്പോലെ ഓടുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില യൂസേജസ് ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇൻ്റർനാഷണൽ മീറ്റുകളിൽ നമുക്ക് കൂടുതൽ മെഡൽ കിട്ടിക്കൊണ്ടിരുന്നു. ഒളിമ്പിക്സിൻ്റെ സമയത്തും ഏഷ്യൻ ഗെയിംസിൻ്റെ സമയത്തും TV കാണുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഇപ്പോഴും നമുക്ക് കൂടുതൽ പ്രേക്ഷകരെ കൊണ്ടുവരുന്നുണ്ട്, ഇന്ത്യയിൽ ടെലിവിഷൻ പ്രേക്ഷകരെ. പക്ഷേ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. കാരണം ഫുട്ബോളിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾക്ക് മികവ് കാട്ടാൻ കഴിയുന്ന സ്പോർട്സുകളുണ്ട്. പ്രത്യേകിച്ചും കേരളത്തെ പോലെ അത്ലറ്റിക്സ്, വോളിബോള്, അതോടൊപ്പം തന്നെ ഈ എന്താ പറയുക ഫുട്ബോള്. പക്ഷേ ഇതിലൊക്കെ നമ്മൾക്ക് പുതിയ താരങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല, കൊണ്ടുവരാൻ പറ്റുന്നില്ല. കേരളത്തിൻ്റെ മുഖങ്ങളായിട്ട് ദേശീയ തലത്തിലോ അന്താരാഷ്ട്ര തലത്തിലോ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ആളുകളില്ല. എനിക്ക് ഓർമ്മയുണ്ട്, DYFI പണ്ട് നടത്തിയൊരു മനുഷ്യ ചങ്ങലയിലെ ഒരു പ്രതിജ്ഞ ഞാൻ വളരെ ചെറുപ്പത്തിൽ കേട്ടതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഇന്ത്യക്ക് നൽകുന്ന സംഭാവനകളെക്കുറിച്ച് പറയുമ്പോൾ അവർ എടുത്തു പറയുന്നൊരു കാര്യം, PT ഉഷയെയും ഷൈനി വിൽസനെയും പോലെയുള്ള സ്വർണം കൊയ്യുന്ന കായിക താരങ്ങളെ രാജ്യത്തിനായി സമ്മാനിച്ച സംസ്ഥാനമാണ് കേരളം എന്ന് അന്നത്തെ ആ ഒരു പ്രതിജ്ഞയിൽ, അവരുടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രതിജ്ഞയിൽ പോലും അത്തരം ഒരു വാചകം കടന്നുകൂടുന്ന രീതിയിൽ കായികാഭിമുഖ്യവും കായികക്ഷമതയും കായികമായ രംഗത്തെ നേട്ടങ്ങളും ഉണ്ടായിരുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം. പക്ഷേ കേരളം ഇന്ന് വളരെ പിറകോട്ട് പോയിരിക്കുന്നു. അതിന് നമ്മൾ ക്രിക്കറ്റിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ക്രിക്കറ്റ് കൂടുതൽ കളിക്കുന്നതുകൊണ്ട് മറ്റ് ഗെയിമുകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ക്രിക്കറ്റിൻ്റെ ബോഡി, ഇൻ്റർനാഷണൽ ബോഡി അല്ലെങ്കിൽ ദേശീയ കായിക സംഘടന എന്ന് പറയുന്നത് BCCI ആയാലും ICC ആയാലും കൂടുതൽ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ശരിക്കും ഇതിലേക്ക് ഫണ്ട് കൊണ്ടുവരുന്നുണ്ട്. വളർന്നു വരുന്ന കളിക്കാർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇത്തരം ഇൻഫ്രാസ്ട്രക്ചർ മറ്റ് രംഗങ്ങളിൽ ഇല്ലാതെ പോയിരിക്കുകയാണ്. നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ടുകളില്ല, വോളിബോൾ ഇപ്പം നമുക്കൊരു സ്വന്തമായി ഫുട്ബോളിൽ കോഴിക്കോട് ഫുട്ബോളിൻ്റെ ഈറ്റില്ലാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കോഴിക്കോട് സ്വന്തമായിട്ട് ഫുട്ബോളിൽ മാത്രമായിട്ട് ഒരു ഗ്രൗണ്ട് എവിടെയുള്ളത്? അവിടെ സൽമാൻ ഖാൻ വന്ന് പെർഫോം ചെയ്യാനും മോട്ടോർ PG ബൈക്ക് ഓടിക്കാനും ഡിസ്കോ നടത്താനും ഉള്ള ഒരൊറ്റ ഗ്രൗണ്ട്, സ്റ്റേഡിയം, അവിടെ വല്ലപ്പോഴും ഫുട്ബോൾ മത്സരം വന്നെങ്കിലായി. പിന്നെ എങ്ങനെയാണ് നമ്മൾ സ്പോർട്സ് ആൻഡ് ഗെയിംസുമായിട്ട് നമ്മൾക്ക് ബന്ധമുണ്ടാവുക? നമ്മളെങ്ങനെയാണ് നമുക്ക് മികച്ച കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയുക? ഒരു IM വിജയൻ ഇനി കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒളിമ്പ്യൻ റഹ്മാൻ കേരളത്തിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? വളരെ വിരളമാണ് ആ സാഹചര്യം. പിന്നെ PT ഉഷയെ പോലെ ഒരു അഞ്ജു ബി ജോർജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായിട്ട്, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി മെഡൽ നേടിയ ഒരു കായിക താരം കേരളത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ഒരു ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റിലും ഏഷ്യൻ ഗെയിംസിലൊക്കെ ഒരു ഗെയിംസിൽ തന്നെ 5 മെഡലുകൾ വരെ നേടിയ കായിക താരം നമ്മളുടെ വളരെ അടുത്ത് പയ്യോളിയിൽ നിന്നാണ് PT ഉഷ. പയ്യോളി എക്സ്പ്രസ് എന്നൊക്കെ അവരെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. ഈ IM വിജയനെ പോലത്തെ ഒരു ഫുട്ബോൾ താരത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഒരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ മത്സരത്തിൽ തുടങ്ങി സെക്കൻഡുകൾക്കകം ഗോളടിച്ചതിൻ്റെ വേൾഡ് റെക്കോർഡ് കയ്യിലുണ്ടായിരുന്ന ഒരാളായിരുന്നു IM വിജയൻ. അതേപോലെ തന്നെ ജിമ്മി ജോർജ് ജർമ്മനിയിൽ പോയിട്ട് ജർമ്മനിയിലെ വോളിബോൾ കോർട്ടുകളെ അത്ഭുതപ്പെടുത്തി അവിടെ ഒരുപാട് ആരാധകരെ സമ്പാദിപ്പിച്ച ഒരു വലിയ വോളിബോൾ പ്ലെയർ ആയിരുന്നു ജിമ്മി ജോർജ്. ഇങ്ങനെ എല്ലാവരും കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിന് പിന്തുടർച്ചയില്ല. നമുക്കങ്ങനെ കൊണ്ടാടപ്പെടാവുന്ന കായിക താരങ്ങളില്ല. മോഹൻലാലിനും മമ്മൂട്ടിക്കും ശേഷം മലയാള സിനിമയിൽ എന്ത് എന്ന് ചോദിച്ചതുപോലെ അന്നത്തെ ആ കാലത്തിന് ശേഷം കേരളത്തിൻ്റെ സ്പോർട്സിൽ എന്ത് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് ബേസിക് സൗകര്യങ്ങളില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, കളിക്കളങ്ങളില്ല, സ്പോർട്സിനെ കുറിച്ചുള്ള പരിജ്ഞാനമില്ല. ഇതെല്ലാം ഇത് ശരിക്കും ഉണ്ടാവേണ്ടത് ഈ കലാലയങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ നിന്നാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്.
ഇപ്പോൾ വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ കലയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലും കായിക രംഗത്തിന് കിട്ടാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒളിമ്പിക്സിൻ്റെ സമയത്ത് ഒരാൾ ഇൻസ്റ്റയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ മെഡലുകൾ ഉണ്ടാവാത്തതെന്ന്. അപ്പോൾ അതിൻ്റെ താഴെ മലയാളത്തിൽ 2 കമൻറ്റുകൾ ഒന്ന് ശ്രദ്ധിച്ചു. ഒന്നാമത്തെ കമൻറ്റ് ഇതായിരുന്നു, PT പീരീഡ് വരരുതെന്ന് കണക്കുമാഷ് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം എന്നായിരുന്നു ഒരു കമൻറ്റ്. രണ്ടാമത്തെ കമൻറ്റ്, വെള്ള യൂണിഫോം ആണ് അതിനൊരു കാരണം, കറ നല്ലതല്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കമൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ, ഇപ്പോൾ വിദ്യാഭ്യാസ രംഗം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കായിക രംഗത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാവുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കലാലയത്തിൽ നിന്നുമല്ല, സ്കൂളുകളിൽ നിന്ന് വളരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തൊട്ട് അവരെ സ്ഥിരമായിട്ട് അവർക്ക് എന്തെങ്കിലും ശാരീരികക്ഷമത വളരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ശീലം കുട്ടികളിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് ശരിക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം പര്യാപ്തമാണോ? അങ്ങനെ എന്തെങ്കിലും കുട്ടികളെ കായികമായി പരിശീലിപ്പിക്കാനോ അവരുടെ പ്രതിഭ തിരിച്ചറിയാനോ വേണ്ടത്ര പരിശീലനം നടക്കാനുള്ള സൗകര്യം നമ്മുടെ സ്കൂളുകളിലുണ്ടോ? ഇപ്പോൾ അത് പറഞ്ഞാൽ ഇല്ല. പണ്ട് PT പീരീഡ് എന്ന് പറയുന്ന ഒരു പീരീഡുണ്ട്. ഇന്നത്തെ അവരുടെ സബ്ജക്റ്റുകളിലോ ഒരു 1 വീക്ക് പ്രോഗ്രാമിലോ ഒന്നും ഈ ഇങ്ങനത്തെ ഒരു ഷെഡ്യൂളേ കൊടുക്കുന്നില്ല. അവർ പണ്ട് നമുക്കൊരു ടീച്ചേഴ്സ് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയി ചോദിക്കും, ഞങ്ങൾ കളിക്കാൻ പൊക്കോട്ടെ. എല്ലാവരും അങ്ങനെ ചെയ്യുക, കളിക്കാൻ പോകട്ടെ. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഈ ക്ലാസ് റൂമിലിടുന്ന ഒച്ചപ്പാട് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള പറയും, സാർ പറയും പൊക്കോ. പിന്നെ അവിടെ പോയി അവിടെ ബഹളമായി കളിയായി ചില ആൾക്കാർ ഓടിക്കളിക്കുന്നുണ്ടാവും. അത് എപ്പോഴും അങ്ങനെ അതിൻ്റെ നമുക്കൊരു ഇതുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ന് പറയുന്നത് ഒന്ന് പീരീഡ് ഇല്ല. രണ്ടാമത്തെ കാര്യം, അവർക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ കാല് മുറിഞ്ഞു, എവിടെയെങ്കിലും ഒന്ന് നടന്നാൽ എനിക്ക് മുട്ട് ഇടിച്ചു, എൻ്റെ കാലിന് വേദനയാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ വീട്ടിലൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ വീട്ടിലൊരു കുട്ടിയുണ്ട്. അവളോട് കമ്പൽസറി നമ്മൾ പറഞ്ഞിട്ടുണ്ട് രാവിലെയും വൈകിട്ട് സൈക്കിൾ ചവിട്ടണമെന്ന്. കുറച്ച് ചവിട്ടി കഴിയുമ്പോൾ അമ്മ എൻ്റെ കാല് വേദനയാണ്. അത് പറയുന്നത് നമ്മുടെ ഒരു കുട്ടിയാണെന്ന് ഓർക്കണം. ഞാൻ പറഞ്ഞു, മുട്ട് രണ്ടും സർജറി കഴിഞ്ഞ് സർജറി ചെയ്യേണ്ട ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ ഫിറ്റ്നസ് വീണ്ടും ചെയ്ത് കളിച്ച ആൾക്കാരൊക്കെയാണ്. ഈ പറയുന്ന കായിക താരങ്ങൾക്ക് വേദനയുണ്ടോ എന്ന് ചോദിച്ചാൽ വേദന അവരുടെ ഒരു കൂടപ്പറപ്പാണ്. ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴായിരിക്കും കഴുത്ത് പിടിച്ചിരിക്കുന്നത്. ഉറങ്ങി എണീറ്റിരിക്കുമ്പോൾ കാലിൻ്റെ മസിൽ പിടിച്ചിട്ട് നടക്കാൻ പറ്റാണ്ടിരിക്കുന്നത്. എന്താ പറയുക, അവരുടെ ഒരു വില്ലനായിട്ടാണ് ഈ ഇഞ്ചുറി കൂടെ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ മക്കൾക്കോ ഇവിടുന്ന് അവിടെ പോകണമെങ്കിലും വണ്ടി. നമ്മളെ അതല്ല, അതും ഞാൻ പറഞ്ഞില്ല. ഒന്ന് നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക്, നമ്മളൊരു 10 മിനിറ്റ് നടക്കേണ്ടത് നമ്മുടെ മക്കളെ നടത്തി വിടുന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാം മൊത്തം ഇപ്പം എന്താ പറയുക, നമ്മളൊരു കുട്ടികളെ ചീത്ത പറയാൻ പാടില്ല, അടിക്കാൻ പാടില്ല. ഞാനൊക്കെ സ്പോർട്സ് ചെയ്തുകൊണ്ടിരുന്നത് സായി തലശ്ശേരിയിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ കോച്ചിനെ മീറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം നമ്മളോട് പറയുന്നത് വടിയെടുത്തിട്ട് വരാം. നമ്മൾ വിചാരിക്കും വേറെ ആരെങ്കിലും തല്ലാനായിരിക്കുന്നു, പക്ഷെ ആദ്യം കിട്ടുന്നത് നമുക്കാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മിസ്റ്റേക്ക് ചെയ്യരുത്. പക്ഷെ ഇന്നത്തെ പിള്ളേരോ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും പേരൻസ്, അവിടുന്ന് മൊത്തം വീട്ടിലുള്ള നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ മൊത്തം കൂട്ടിയിട്ട് വരും. ടീച്ചർമാർക്ക് സമാധാനം വേണ്ടേ? അവർ ഒരു കുട്ടീൻ്റെ മാത്രം കാര്യമില്ല, ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന 50 കുട്ടികളുണ്ടാവും. എൻ്റെ മോളെ ഒന്നും ചെയ്യാൻ പാടില്ല. അവർക്കൊന്നും ചെയ്യാനുള്ള കഴിവുമില്ല. കഴിവില്ലാത്ത മക്കളൊന്നുമല്ല, അവരെ അങ്ങനെ ആക്കി. നമ്മൾ പറയില്ലേ, അയ്യോ അങ്ങോട്ട് നടക്കരുത്, അയ്യോ വീഴും. നമ്മളെന്താ നടക്കാത്ത ആൾക്കാരാണോ? ഓടാത്ത ആൾക്കാരാണോ? പക്ഷെ എന്താ പറയുക, ഇന്ന് നമ്മളിപ്പോൾ ഒരു സമൂഹത്തിന് മുമ്പിൽ ചെന്ന് നമ്മളൊരു ഇങ്ങനെ പറഞ്ഞു കൊടുത്താലും ആ പേരൻസിനോട് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അവർ വീണ്ടും ഒരു ഇതിലാണ്. ഇല്ല 10 മിനിറ്റ് മക്കളെ മൊബൈൽ കണ്ടോ, ഈ 10 മിനിറ്റ് മൊബൈൽ കാണുന്ന സമയത്ത് 10 മിനിറ്റ് മക്കളോട് പറഞ്ഞാൽ നിങ്ങളൊന്ന് 10 പ്രാവശ്യം നടന്നിട്ട് വരാൻ. സ്കൂളിലും ഇല്ല, വീട്ടിലും ഇല്ല. നമ്മുടെ കൂടെ മക്കൾ കിട്ടുന്ന എത്രയോ സമയമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഉദാഹരണത്തിന് എൻ്റെ വീട്ടിൽ തന്നെ, വേറെ എവിടെയും പോകണ്ട. അതാ ഞാൻ പറഞ്ഞ 5 വയസ്സുള്ള ഒരാളുടെ അടുത്ത് നമ്മളൊരു കളരി ചെന്ന് കഴിഞ്ഞ് നമ്മൾ കളരി ആളെ ചേർത്തു. ആൾ ഇൻട്രസ്റ്റ് ആയിട്ട് പറയില്ല പോണെന്ന്. നമ്മൾ പോണെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഇതുള്ളത് കൊണ്ടാണ് ആൾ പോയി ചെയ്യുന്നത്. അല്ല നാളെ ഞാൻ പോകാൻ റെഡിയാണ് ഒരിക്കലും ഇന്നത്തെ മക്കൾ പറയില്ല. പക്ഷെ നമ്മുടെ പണ്ടുള്ള ഈ പറയുന്ന എല്ലാ സ്പോർട്സുകാരും നാളെ എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ അവരുടെ മുമ്പിലുണ്ട്. ഇന്ന് നാളെയും ഇല്ല, ഇന്നും ഇല്ലാത്ത ഒരവസ്ഥയിലെത്തി. പക്ഷെ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പേരൻസാണ്. നമ്മളെ മക്കളോട് പിന്നെന്ന് പറയുന്ന കളിക്കളം, ഈ പറയുന്ന നമ്മൾ എല്ലാ സ്കൂളുകളിലും
പണ്ട് പഠിച്ചിരുന്ന എല്ലാ സ്കൂളുകളിലും ഏകദേശം എല്ലാ ഗ്രൗണ്ട് ഉണ്ടാവും. ഇന്ന ഗ്രൗണ്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു ഗ്രൗണ്ട് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു ലോങ് ജമ്പ് ചാടാണ്ട് പിറ്റ് ഉണ്ടാവും, ചിലപ്പോൾ 200 മീറ്റർ ഓടാനുണ്ടാവും, ചിലപ്പോൾ ബാസ്കറ്റ് ബോളിൻ്റെ ഒരു പോസ്റ്റ് മാത്രം വെച്ചിട്ടുണ്ടാവും. ഫുൾ പോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നിട്ട് അതിൽ നിന്നിട്ട് പിള്ളേർ കളിക്കും, കുറച്ച് നേരം ഓടും. ഇതല്ലോ ഇന്നോ അവിടെ ഉണ്ട സ്ഥലത്തും കൂടെ അതിനെ എങ്ങനെയും മാറ്റി വേറെ എന്തെങ്കിലും ആക്കാന്നുള്ള രീതിയിലാണുള്ളത്. പക്ഷെ നമ്മളെന്താ പറയുക, നമ്മൾ ഇന്നത്തെ മൊത്തം തലമുറ ഒറ്റയടിക്ക് നിങ്ങൾ മോശം എന്നല്ല, അതിന് വഴിയൊരുക്കി നിങ്ങൾ അതിന് വേണ്ടി ഒരു ഇൻട്രസ്റ്റ്. അതാ പറയുന്നത്, ഇപ്പോൾ സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുക ഞങ്ങൾ ചെയ്തിട്ട് എന്താ ബെനിഫിറ്റ്, അതാണ് അവർ ചോദിക്കുന്നത്. എന്ത് ബെനിഫിറ്റ്? അവർക്ക് ബെനിഫിറ്റ്, അതിനൊരു അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അവരുടെ മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ 100% അവരവിടെ എത്തും. ഇതെന്താ പറയുന്നത്, ഇത് നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു എന്താ പറയുക നല്ലൊരു, ഞാനൊക്കെ സ്പോർട്സ് ചെയ്യുന്ന ഒരു സമയത്ത് എനിക്ക് ഏറ്റവും അതിൻ്റെ ഒരു ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്, എൻ്റെ ജേഴ്സി എനിക്ക് അണിയണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി നമ്മൾ എത്രയോ വർഷം ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് ഇന്ന് അവിടെ ഒരു ഗോളില്ല അവർക്ക് ചെയ്യാൻ വേണ്ടി. അവർക്ക് അതിനുള്ള പ്രാധാന്യമില്ല. അതാ പറയുന്നത്, നമ്മുടെ എന്താ പറയുക, ഈ പറയുന്ന LKG UKG തൊട്ട് പഠിക്കുന്ന പിള്ളേർക്ക് അവർ ഒരാഴ്ചയിൽ പുറത്ത് കൊണ്ടുപോയിട്ട് മക്കളെ ഇതേപോലെ ജസ്റ്റ് ഒരു ബോൾ ത്രോ ചെയ്യാനോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, അത് നമ്മുടെ ഇപ്പോൾ എന്താ പറയുക മൊത്തത്തിൽ ഒരു സിലബസിൽ ഒരു ആഴ്ചയിൽ ഒന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ അതുമില്ല. പണ്ട് അതുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നാളത്തെ എന്ന് പറയുന്നത് ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം എല്ലാവരും, ഇപ്പം തന്നെ ചെറിയ ആൾക്കാർക്കാണ് കൂടുതൽ ഇത്. നമ്മൾ ഇപ്പോൾ സ്പോർട്സ് ചെയ്യുന്ന ഒരാൾ, ഇപ്പം ഇപ്പോൾ എൻ്റെ അടുത്ത് അനന്യ വന്നപ്പോൾ പറഞ്ഞു ഫോട്ടോയിൽ കണ്ട ആളിനേക്കാളും മെലിഞ്ഞിട്ടാണ് എന്ന്. പക്ഷെ ഞാൻ സ്പോർട്സ് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്നെ കാണുമ്പോൾ എനിക്കൊരു ഷെയിം പോലെ എനിക്ക് തോന്നാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാം, ഞാൻ ഭയങ്കര തിന്നായിരുന്ന ഒരാളായിരുന്നു. പിന്നെ നമുക്ക് കുറച്ചും കൂടെ മെലിയണം, സ്പോർട്സ് ചെയ്യണം, നമ്മുടെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ സമയം കണ്ട് നമ്മൾ കുറച്ചെങ്കിലും കാര്യം ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കങ്ങനെ എന്താ പറയുക, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇപ്പം നമ്മൾക്ക് ആദ്യം എല്ലാവർക്കും വേണ്ടത് മന്തി, ബിരിയാണി അങ്ങനത്തെ ഉള്ള സാധനങ്ങളേ വേണ്ടുള്ളൂ. നമ്മൾ അന്നൊക്കെ കഴിക്കുന്ന നമുക്ക് വല്ലപ്പോഴും ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ തരിക. ചിലപ്പം മാത്രം. പിന്നെ കോമ്പറ്റീഷൻ പീരീഡൊക്കെ ആണെങ്കിൽ അത് കട്ടൗട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇല്ല. പക്ഷെ നമ്മൾ എന്താ പറയുക, ഓരോ ദിവസം നമ്മുടെ കായിക താരങ്ങളെ വളർത്തേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പം നമ്മുടെ വീടുകളിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് അത് നമ്മുടെ ഗവൺമെൻറ് അതിനു വേണ്ടി, ഇന്ത്യ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ സ്പോർട്സുകാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി ആൾക്കാർ അവിടെ എത്തുന്നില്ല. ഇപ്പോൾ സായി പോലത്തെ സ്ഥലങ്ങളിലേക്ക് കായിക താരങ്ങൾ വളരെ കുറവാണ് എത്തുന്നത്. പക്ഷെ അതിനൊക്കെ നമ്മൾ മുന്നോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കായിക താരങ്ങളുടെ അവർ കടന്നു പോകുന്ന കഠിനതകൾ എന്താണെന്ന് പറഞ്ഞു. ഇപ്പോൾ അഞ്ജു വിജയച്ചൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അവർ ഒരു കിഡ്നിയുള്ള ഒരു സ്ത്രീയാണ്. അവർ ഒരു കിഡ്നി വെച്ചിട്ടാണ് ഈ ഹൈ ജമ്പിന് ചാടി റെക്കോർഡ് ഇട്ടതും ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വാങ്ങിയത്. അപ്പോൾ ത്യാഗപൂർണ്ണമായ ഒരു ജീവിതമാണ് അത്ലറ്റുകൾ നയിക്കുന്നത്. അങ്ങനെയാണ് അവർ ഈ മെഡലുകൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ മിനിമോളുടെ അഭിപ്രായത്തിൽ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ളൊരു മാനസിക ക്ഷമത നമ്മളിപ്പോഴത്തെ തലമുറ കാണിക്കുന്നില്ല എന്നുകൂടിയാണ് അവർ സൂചിപ്പിച്ചത്. അതിന് വേണ്ട ഒരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറോ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുമില്ല. ഇനി ചോദിക്കാനുള്ളത്, ശരിക്കും ആരാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ചെയ്യേണ്ടത്? അത് ഗവൺമെൻറ്റാണ്, പൊതുസമൂഹമാണോ? ആരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്? എങ്ങനെ നമുക്കത് നമ്മുടെ സമൂഹത്തിൽ ആവിഷ്കരിക്കാൻ പറ്റും? ഇത് സത്യത്തിൽ അതിനോടുള്ളൊരു താല്പര്യം നമ്മൾക്ക് ഉണ്ടാവേണ്ടത് വീടുകളിൽ നിന്ന് തന്നെയാണ്. ആരോഗ്യമുള്ള ഒരു ജനത അല്ലെങ്കിൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെന്ന് അവരുടെ പാരൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ കളിക്കളത്തിലേക്ക് ഇറക്കി വിടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഈ കുട്ടികളുടെ ഒരു നീഡായിട്ട് സ്പോർട്സ് മാറുമ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ സ്പോർട്സിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ ഒരുക്കി കൊടുക്കാൻ ഉള്ള ഒരു പരിശ്രമം ഉണ്ടാവും. നമ്മൾ വലിയ കായിക താരങ്ങളുടെയൊക്കെ ഒരു ജീവചരിത്രം ഒക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അവരൊരു സംസാരിക്കുമ്പോൾ, പെലെ ഫുട്ബോൾ പ്ലെയറായിരുന്ന പെലെ, അയാൾ വന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. ലയണൽ മെസ്സിയുടെ അയാൾ വളർന്നു വന്നൊരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സമ്പന്നമായൊരു സാഹചര്യത്തിൽ നിന്നല്ല ഇവരാരും വന്നത്. പക്ഷേ ഇതിനുള്ളൊരു അഭിനിവേശം അല്ലെങ്കിൽ അവരുടെ പാരൻസ് അതിന് കൊടുത്തിരുന്നൊരു സപ്പോർട്ട്, പിന്തുണ. പെലെയുടെ അച്ഛൻ ഒരു വലിയ ഫുട്ബോളർ, അത്യാവശ്യം ലോക്കലി ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്ലെയറായിരുന്നു. അപ്പം അന്ന് ഒരു പന്ത് വാങ്ങാൻ കെൽപ്പില്ലാതെ പാഴ്തുണികൾ വലിഞ്ഞ് കെട്ടിയിട്ട് അതുകൊണ്ടാണ്
ഫുട്ബോൾ കളിക്കുന്നത്. നല്ലൊരു ഫുട്ബോൾ വാങ്ങാൻ വേണ്ടിയിട്ട് പെലെ ഒരു ട്രെയിനിൽ പോയിട്ട് കൽക്കരി കക്കാൻ പോകുന്ന ഒരു കഥയുണ്ട്. പെലെയും കൂട്ടുകാരും കൂടി കൽക്കരി മോഷ്ടിച്ചിട്ട് അത് വിറ്റിട്ട് അതിനെ കൊണ്ട് ഫുട്ബോൾ വാങ്ങാനാണ് അവർ ശ്രമിച്ചത്. ആ ശ്രമത്തിനിടയിൽ അവരുടെ ഒരു കൂട്ടുകാരൻ പോലീസിൻ്റെ വെടിയേറ്റ് മരിക്കുന്നു. ഇതൊക്കെ ശരിക്കും ഈ സ്പോർട്സിനോടുള്ള കടുത്തൊരു പാഷൻ കൊണ്ടുണ്ടാവുന്നത്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. സ്വാഭാവികമായിട്ടും നമ്മൾ വലിയ കായിക താരങ്ങളെക്കുറിച്ച് എൻ്റെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ്, ഞാൻ ഒരു 10, 25, 30 വർഷത്തോളം സ്പോർട്സ് ജേർണലിസത്തിൽ പ്രവർത്തിച്ച ഒരാളാണ്. ഒളിമ്പിക്സും വേൾഡ് കപ്പ് ഫുട്ബോളും ക്രിക്കറ്റും ഉൾപ്പെടെയുള്ള മീറ്റുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാനും ഒരുപാട് കായിക താരങ്ങൾ, സച്ചിൻ ടെണ്ടുൽക്കറും സൗരവ് ഗാംഗുലി ഉൾപ്പെടെ, ഫുട്ബോളേഴ്സ് ഉൾപ്പെടെ ഒരുപാട് കായിക താരങ്ങളെ നേരിൽ കണ്ട് സംസാരിക്കാനും അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിയാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് കിട്ടുന്ന നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട് ഇവരോട് സംസാരിക്കുമ്പോൾ. കാരണം അവരുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഒരു മാതൃകയാണ്. ഹൈലി പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹൈലി പോസിറ്റീവായ ഒരു സമീപനം, അതാണ് ഒരു കായിക താരത്തെ സൃഷ്ടിക്കുന്നത്. ഇത് നമുക്ക് കിട്ടേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. നിങ്ങൾ ഇത്തരം കായിക താരങ്ങളെ പറ്റുമെങ്കിൽ അവരോട് കുറച്ച് നേരം സംസാരിച്ചാൽ മതി. അവരനുഭവിച്ച മിൽഖാ സിംഗിനെ കുറിച്ചിട്ട് ഭാഗ് മിൽഖാ ഭാഗ് എന്നൊരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടാരെങ്കിലും? മിൽഖാ സിംഗ് ആരാന്നറിയില്ലേ? ഒരു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായി മാറിയ അത്ലറ്റായിരുന്നു മിൽഖാ സിംഗ്. പഞ്ചാബുകാരനാണ്. അയാൾ പാകിസ്ഥാനിൽ നിന്ന് വിഭജനകാലത്ത് ഓടി വന്നിട്ട് ഇവിടെ അയാളുടെ ആ സമയത്ത് അയാളുടെ കുടുംബത്തിലെ തന്നെ അംഗങ്ങളെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത വളരെ ദുരിതപൂർണമായ ഒരു ബാല്യത്തെ താണ്ടിയിട്ടാണ് മിൽഖാ സിംഗ് എന്ന് പറഞ്ഞ കായിക താരം ഉയർന്നു വരുന്നത്. അയാൾക്ക് ഫ്ലൈയിങ് സിഖ് എന്നൊരു പേരുണ്ടായിരുന്നു, പറക്കും സിംഗ്. അപ്പോൾ ഇയാളുടെ ഒരു ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സിനിമ കണ്ടാൽ മതി, നമ്മൾ അത്ഭുതപ്പെട്ടിരുന്നു. അയാൾ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ച് എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ ഉയർന്നു വന്നിട്ടാണ് ഇൻ്റർനാഷണൽ ലെവലിൽ മെഡലുകൾ നേടുന്ന ഒരു അത്ലറ്റായി മാറിയത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അയാളുടെ ഉള്ളിലൊരു പാഷനുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറോട് 100ാം ടെസ്റ്റ് കളിക്കാൻ 100 ടെസ്റ്റ് അയാളുടെ 100ാമത്തെ ടെസ്റ്റ് മാച്ച് കളിക്കാൻ പോകുന്ന സമയത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹൗ ഡു യു ഫീൽ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇപ്പോൾ? അപ്പോൾ അയാൾ പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് മുംബൈക്ക് വേണ്ടി രഞ്ജി മത്സരം കളിക്കാൻ പോകുന്ന അതേ ത്രില്ലും പാഷനുമാണ് ഇപ്പം എൻ്റെ ഉള്ളിൽ. പാഷനേറ്റ് ആയിരിക്കണം എന്തിനോടും. നമ്മളിപ്പം എന്ത് രംഗത്തായാലും, ഇപ്പം സിനിമയിലേക്ക് വരുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയുള്ള പാഷനാണ് അവരെ സിനിമയിലേക്ക് എത്തിക്കുന്നത്. മമ്മൂട്ടിയുടെക്കും മോഹൻലാലിനും അല്ലെങ്കിൽ ശ്രീനിവാസനും ഇപ്പോൾ ഉള്ള നമ്മളെ തൊട്ടിങ്ങോട്ട് നിവിൻ പോളിക്കോ അല്ലെങ്കിൽ ഷെയ്ൻ നിഗത്തിനോ എല്ലാം ഇങ്ങനെയൊരു കഥ പറയാനുണ്ടാവും. അതിനുള്ള പാഷൻ, സിനിമ മാത്രം കണ്ടു ജീവിച്ചിരുന്ന ഒരു കാലം, സിനിമയിൽ കണ്ടുതരുന്ന നായകന്മാരെ പോലെ ഒരിക്കൽ ഈ മിനി സ്ക്രീനിൽ സിൽവർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടണമെന്ന ആഗ്രഹം, അതേപോലെ തന്നെയായിരുന്നു നമ്മൾക്ക് സ്പോർട്സിലുണ്ടായിരുന്നത്. വലിയ സ്പോർട്സ് താരങ്ങളെ നമ്മൾ കാണുകയാണ്. അവർക്ക് ലഭിക്കുന്ന സ്വീകാര്യത, അവർക്ക് ലഭിക്കുന്ന ആദരവ്, ഇതെല്ലാം കാണുമ്പം ഒരു ദിവസം എനിക്കും ഇതേപോലെ ആവണമെന്നും കളിക്കളത്തിൽ ഇങ്ങനെ ത്രില്ലടിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയണമെന്നൊരു ആഗ്രഹം ഒരു കുട്ടിയിൽ വരുമ്പം നമ്മൾ പാഷനേറ്റ് ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് പോകും. നമ്മൾ ആഗ്രഹിക്കുകയാണ്, എനിക്കൊരു ക്രിക്കറ്റ് പ്ലെയർ ആവണം അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആവണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരാൾ അതായിരിക്കും, അത്രയേ ഉള്ളൂ അത്. അപ്പോൾ ഈ പാഷൻ നമ്മുടെ ഉള്ളിലുണ്ടാവാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. നേരത്തെ മിനിമോൾ പറഞ്ഞ പോലെ ഒരു പക്ഷേ സെൽഫോണിൻ്റെ വരവ്, ഞാനതിനെ തള്ളി പറയുന്നില്ല. നമ്മൾ ആധുനിക കാലത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഉപകരണമാണ് ഈ സെൽഫോൺ, മൊബൈൽ എന്ന് പറയുന്നത്. നമുക്കത് ഒഴിവാക്കിയിട്ടുള്ള ജീവിതം പറ്റില്ല. പക്ഷേ നമ്മൾ ഇതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കേണ്ടതുണ്ട്. ഗെയിം വെറും ഡിജിറ്റൽ ഗെയിമായി പോകരുത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഒരു കോമൺ പോസ്റ്റർ, നമ്മുടെ ഒരു സാധാരണ ഇപ്പം ബസ് സ്റ്റോപ്പിലായാലും അല്ലെങ്കിൽ വീട്ടിലായാലും ഒരു മനുഷ്യനെ സാധാരണമായി കാണപ്പെടുന്ന രൂപം എങ്ങനെയാണ്? ഇതാണ് നമ്മളുടെ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്, അല്ലേ? ശരിക്കും നട്ടലിന് ഒരു വളവുണ്ടാവും. ഇത് ശരിക്കും സ്പോണ്ടിലൈറ്റിസ് ഉണ്ടാക്കും. കൂടുതൽ അപകടകരമായ രോഗാവസ്ഥകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കഴുത്ത് വേന ഉണ്ടാവാറില്ലേ? മൊബൈൽ രാത്രി കടന്ന് ഉറങ്ങാതെ നോക്കിയിട്ട് ഇല്ലേ? കൈക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ? നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി. ഇത് എല്ലാവർക്കും ഉണ്ട്. ഇത് നമ്മളുടെ ഒരു പോസ്റ്റർ, നമ്മളുടെ ഒരു ബോഡി, ഒരു മനുഷ്യൻ ഇങ്ങനെ നിവർന്ന് നിൽക്കുകയും ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിരം പോസ്റ്റർ എന്ന് പറയുന്നത് ഇങ്ങനെയും മാറിയിട്ടുണ്ട്. മൊബൈലിലേക്ക് അധോമുഖ വാനരർ എന്നൊക്കെ പറയുന്ന പോലെ തല താഴ്ത്തി നമ്മൾ ഇതിലേക്ക് ഈ ഒരു ലോകത്താണ്. ഈ ഡിജിറ്റൽ വേൾഡിലെ ഗെയിമുകളാണ് നമ്മൾ തമാശയ്ക്ക് പറയുന്ന പോലെ പാമ്പ് ആപ്പിൾ തിന്നുന്ന ഗെയിമാണ് നമ്മൾ കളിക്കുന്നത്, അല്ലാണ്ട് ഫുട്ബോളോ ക്രിക്കറ്റോ അല്ല. ഇതിൽ നമ്മൾ വീണ് പോകുമ്പോൾ ഉണ്ടാകാവുന്ന കുറേ അപകടങ്ങളുണ്ട്, ജീവിതശൈലി രോഗങ്ങളുണ്ട്, അസുഖങ്ങളുടെ നിരക്ക് കൂടി വരാനുള്ള കാരണം അതാണ്.
ഇതിൽ നിന്നൊക്കെയുള്ളൊരു മുക്തിയായിരുന്നു സ്പോർട്സ് എന്ന് പറയുന്നത്. ഇപ്പോഴും പല വികസിത എപ്പോഴും കണ്ടില്ല, ഏറ്റവും പുരോഗതിയുള്ള വികസിതമായ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കായിക താരങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണ്? അത് ലൈഫ് സ്റ്റൈലാണ്, നമ്മളുടെ ഒരു ജീവിത രീതിയാണ്. അല്ലാണ്ട് ഇതാരും നിർബന്ധിച്ച് കളിപ്പിക്കല്ല. രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം നടക്കണം, അല്ലെങ്കിൽ ഓടാൻ പോകണം, കുറച്ച് നേരം ട്രെഡ്മിൽ ചെയ്യണം, അല്ലെങ്കിൽ കളിക്കാൻ പോകണം എന്നുള്ളതൊരു ലൈഫ് സ്റ്റൈൽ. രാവിലെ എണീച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടല്ലോ, കഴിക്കാത്തൊരു വളരെ അപൂർവമാണ് അല്ലേ? അതേപോലെ തന്നെ രാവിലെ എണീച്ചാൽ കുളിക്കുന്നത് പോലെ, ടോയ്ലറ്റിൽ പോകുന്ന പോലെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെ നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായി സ്പോർട്സ് വരുന്ന കാലത്ത് നിന്നാണ് കൂടുതൽ മികച്ച കായിക താരങ്ങൾ ഉണ്ടാവുന്നത്. അത് ഈ ചൈനയിലായാലും, ഇപ്പം നമ്മൾ അയൽ രാജ്യമാണ് ചൈന. ചൈനയിൽ ഞാൻ പോയിട്ടുണ്ട്. ചൈനയിൽ ഒരു സ്പോർട്സിന് സിസ്റ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അവരുടെ ഒരു കരിക്കുലത്തിൻ്റെ, അതായത് PT പീരീഡുകളുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഓടാൻ പോയേ പറ്റൂ. നമുക്കിപ്പോൾ ഒരു നിർബന്ധമില്ലല്ലോ. ഏതെങ്കിലും ഒരു സ്പോർട്സിൽ ഒരു കുട്ടി സ്പെഷ്യലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിൽ നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം കണ്ടില്ല, അവർക്കൊരു SSLC അല്ലെങ്കിൽ അവരുടെ 10ാം ക്ലാസ്സോ അങ്ങനെ ഒരു ഗ്രേഡ് പരീക്ഷ പാസ്സാവുന്നതിന് വേണ്ടി ഇതിൻ്റെ മാർക്ക് പരിഗണിക്കുന്നുണ്ട്. അത് നിർബന്ധമുള്ളവരെ പാസ്സാവുള്ളൂ. അവിടെ മറ്റ് ചില നിയമങ്ങളുണ്ട്. നിങ്ങൾ നിർബന്ധമായും 10ാം ക്ലാസ് പാസ്സാവണമെങ്കിൽ നിങ്ങൾ 100 പുസ്തകങ്ങൾ വായിച്ചിരിക്കണം. ആ പുസ്തകത്തിനെ കുറിച്ച് ഇതാണ് ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ ബീയിങ്ങിനെ വളർത്തിയെടുക്കാനുള്ള ഏറ്റവും വലിയ വഴി. സ്പോർട്സിനുള്ള താല്പര്യം നഷ്ടപ്പെടുന്ന ഒരു തലമുറയിൽ ഏറ്റവും വലിയ അപകടങ്ങളിൽ മറ്റൊന്ന് ഡ്രഗാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, നമുക്ക് അത്ഭുതകരമായ പല പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. MDMA, രാസലഹരി, ഇതൊക്കെ നിങ്ങൾക്കൊന്നും അറിയാത്തല്ല. എന്താ സംഗതി നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് ഇതിലേക്ക് മനുഷ്യൻ പോകുന്നത്? സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിം പോലെയുള്ള എൻ്റർടൈൻമെൻറ്റുകൾ കുറയുകയും നിങ്ങൾ കുറേ കൂടി മൊബൈലിൽ ഇങ്ങനെ ഇതിലേക്ക് ചുരുക്കുകയും ചെയ്യുമ്പോൾ അധോമുഖരായി മാറുമ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താ സംഭവം? അത് നമ്മളൊന്നിനും പോരാ, അല്ലെങ്കിൽ നമ്മൾ കൊള്ളില്ല എന്നൊരു തോന്നലുണ്ടാക്കാൻ അതുവഴി കഴിയുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഒളിച്ചോട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഡ്രഗിലേക്ക് പോകുന്നത്. സേ നോ ടു ഡ്രഗ് എന്ന് പറയുമ്പോൾ സേ യെസ് ടു സ്പോർട്സ് കൂടിയാണ്. ഒരു സംശയവും വേണ്ട. കായിക താരങ്ങൾ ഡ്രഗ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് ഞാൻ കണ്ടെടുത്തോളം. മദ്യപാനികളായ കായിക താരങ്ങളും വളരെ കുറവാണ്. ഒരു ജീവിത ശൈലി ഉണ്ടാവും, അവർക്കൊരു ഔട്ട്ലുക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ശരീരം ഒരു വലിയ ടൂളാണ്. എൻ്റെ ശരീരമാണ് എൻ്റെ ആയുധം എന്ന് പറയുമ്പോൾ ആ ശരീരത്തെ കടഞ്ഞെടുത്ത പോലെ ചിസിൽ ചെയ്ത് നിർത്താനുള്ള ഒരു താല്പര്യം. ഇപ്പം മിനിമോൾ പറഞ്ഞില്ല, ഞാനിപ്പോൾ തടിച്ചു പോയി എന്നുള്ളൊരു ആകുലത അവർക്ക് ഉണ്ടാവാൻ കാരണം എന്താ? ശരീരത്തെ അവർ കാണുന്നത് അങ്ങനെയാണ്. അത് അവരുടെ ഒരു എക്യുപ്മെൻ്റാണ്, ആയുധമാണ്. ശരീരത്തെ ആയുധമാക്കിയിട്ടാണ് ഒരു കായിക താരം കളിക്കളത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരീരത്തെ ആയുധമാക്കുമ്പോൾ എന്തോ ഗുണമുണ്ട്? നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ മറ്റ് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവർ, നമ്മളുടെ എന്താ പറയുക, ആക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാത്മകത, ഇതെല്ലാം വർദ്ധിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ മേഖലകളിലും ഉണ്ടാവും. അപ്പോൾ ഈ സാധനം ശരിക്കും സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വാഞ്ച, ഈ ഒരു ഇഷ്ടം തുടങ്ങേണ്ടത് വീടുകളിൽ നിന്നാണ്. നിങ്ങളുടെ കുട്ടികൾ, നിങ്ങൾ ഭാവിയിലും നിങ്ങൾക്ക് മക്കളുണ്ടാകുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ ആരോഗ്യമുള്ളവരായി വളരണമെങ്കിൽ തീർച്ചയായും അവർക്ക് ഏതെങ്കിലും ഒരു സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ താല്പര്യം ഉണ്ടാവും, നന്നായിരിക്കും. അത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ മെറിറ്റ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല. അവർ ലൈഫ്, കായിക താരങ്ങളുടെ ജീവിതം എടുത്ത് നോക്കിയാൽ മതി. മരിച്ചാലും മരിക്കാതെ ഇങ്ങനെ ഒരുപാട് കായിക താരങ്ങളുണ്ട്. കാരണം അവർ ഹെൽത്തിയാണ്. പല കായിക താരങ്ങളും ഒരു ദീർഘകാലം ജീവിച്ചിരിക്കുന്നതിനുള്ള കാരണം അതാണ്, ഹെൽത്തി ആയതുകൊണ്ടാണ്. അതിൽ വരുന്ന വീഴ്ച, ചിലരാണെങ്കിൽ സ്പോർട്സ് നിർത്തുന്ന സമയത്ത് ഈ ശൈലി കംപ്ലീറ്റ് ഉപേക്ഷിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് രോഗങ്ങൾ ഉണ്ടാകുന്നത്, മരണങ്ങൾ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കൃത്യമായി എക്സസൈസ് കൊണ്ടിരിക്കുന്നു, എന്തെങ്കിലും ഒരു ഗെയിമിനോട് താല്പര്യമുണ്ട്, സ്ഥിരമായി ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ഹെൽത്തിയാവും, അവർക്ക് ദീർഘായുസ് ഉണ്ടാവും, അവരുടെ ജീവിതം കുറേ കൂടി നന്നായിരിക്കും, അവർക്ക് അത് മറ്റ് രംഗങ്ങളിലെ നേട്ടങ്ങൾക്കും കൂടി സഹായിക്കും. പലപ്പോഴും സ്പോർട്സിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളുടെ ഈ അക്കാഡമിക് പെർഫോമൻസും ബെറ്ററാണ്. കാരണം എന്താ വെച്ചാൽ അത് പരസ്പര പൂരിതങ്ങളാണ്. മടി എന്ന് പറയുന്ന, ലേസിനെസ് എന്ന് പറയുന്ന സാധനം മാറ്റാൻ കൂടി സ്പോർട്സിന് കഴിയും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അത് സർക്കാരും നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ മാത്രമല്ല, പാരൻസും കുട്ടികളും എല്ലാവരും ഈ ഒരു ഇതിൻ്റെ ഭാഗമാവേണ്ടതുണ്ട് എന്നത് അത് വളരെ അടിയന്തരമായൊരു കാര്യം തന്നെയാണ്. ഈ അടുത്ത് ഇന്ത്യയിൽ സ്പോർട്സ് ന്യൂസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടിയ ഒരു ന്യൂസ് ലയണൽ മെസ്സി വന്നതായിരുന്നു.
അപ്പോൾ അദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരുപാട് ചർച്ച വരും. മെസ്സി വരും, തീർച്ചയായും വരും, ഉറപ്പായും വരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പത്രക്കാർ തന്നെ പലതരം ഹെഡിങ് അതിനെപ്പറ്റി കൊടുത്തിരുന്നു. അങ്ങനെ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അതേ ഇമ്പോർട്ടൻസ് നമ്മുടെ നാട്ടിലെ സാധാരണ താരങ്ങളെ വളർത്തുന്നതിനും താല്പര്യം പൊതുജനത്തിനും ഇല്ല, മാധ്യമങ്ങൾക്കും ഇല്ല, സർക്കാരിനും ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത് ഒരു ചോദ്യം അതാണ്, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ നമ്മളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിന് പിന്നാലെ പോയി സ്പോർട്സിൻ്റെ വളരെ ബേസിക്കായ ആവശ്യങ്ങൾ മറന്നു പോകുന്നത്? പിന്നെ ഒന്ന്, ശരിക്കും ഈ സ്പോർട്സ് കായിക താരങ്ങളിൽ സ്പോർട്സ് കോട്ടയിൽ ജോലി, നിയമനം ഒക്കെ സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ സാധ്യതകൾ എത്രത്തോളമാണ്? ഇപ്പം നമ്മൾ ഇപ്പോൾ ആദ്യത്തെ ചോദ്യം പറയുമ്പോൾ മെസ്സിയുടെ കാര്യം തന്നെ പറയാം. മെസ്സി എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ അത്യാവശ്യം വർത്തമാനം പറഞ്ഞു തുടങ്ങുന്ന ഒരു കുട്ടീനോട് ചോദിച്ചാൽ പോലും അറിയാം മെസ്സി ആരാന്ന് വെച്ചാൽ അത്രയും സോഷ്യൽ മീഡിയകളും എല്ലാം അറിഞ്ഞ് ഒരുപാട്. അതാണ് ഈ സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്തുള്ള ദോഷമുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ എല്ലാവർക്കും അതുകൊണ്ട് മെസ്സി വരും എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മളാണ് ഇപ്പോൾ മെസ്സി വരും എന്താണ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മളത്. പക്ഷെ അതേ സ്ഥലത്ത് നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന IN വിജയൻ ഇന്ത്യയിൽ, നമ്മളെ ഇന്ത്യയിൽ ജനിച്ച് വളർന്ന കേരളത്തിലുണ്ടായിരുന്ന ഒരാൾക്ക് അത്രയും പ്രാധാന്യമുണ്ടോ? ഇപ്പം IN വിജയൻ ഉണ്ടെന്ന് ഇപ്പം അറിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് തന്നെ നാണക്കേട്. അതേ എന്താ പറയുന്ന അത്രയും സെലിബ്രിറ്റി ആയിട്ട് നമ്മുടെ നാട്ടിൽ പോകേണ്ട ഒരാളാണ്. ഇപ്പം ആ ആളുള്ളതോ സാധാരണ ഒരാൾ. ഇപ്പം ചിലപ്പോൾ 10 ആൾ പോകുന്ന വഴിക്ക് ചിലപ്പോൾ തിരിച്ചറിയാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ ആ സമയത്ത് മെസ്സിയെ പോകണമെന്ന് പറഞ്ഞാലോ പിന്നെ കൂട്ടമായി, സെക്യൂരിറ്റി ആയി, പിന്നെ ആകെ ബഹളമായി. അതാണ് അതാ പറഞ്ഞ ഈ മാധ്യമങ്ങൾ ഒരു സൈഡ് ഇത് ഭയങ്കര സെലിബ്രേഷൻ കൊടുക്കുന്നു, മറ്റേ സ്ഥലത്ത് കൊടുക്കേണ്ടത് ചിലപ്പോൾ സമയത്ത് കൊടുക്കാതെയും പോകുന്നു. അതും അങ്ങനെയാണ് ഉള്ളത്. ഇപ്പം ചിലപ്പോൾ എത്രയോ കായിക താരങ്ങളെ അറിയാതെ പോകുന്നതുണ്ട്. ചിലപ്പം ഇന്ത്യക്ക് മെഡലടിച്ച് പല ആൾക്കാരെയും അറിയാതെ പോകുന്നതുമുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ എന്താ പറയുക, നമ്മൾ തന്നെയാണ് ഇതിനെ പൊക്കണമെങ്കിൽ നമുക്കിതിനെ നമ്മൾ തന്നെ പൊക്കുകയും ചെയ്യും. ഇതിനെ എവിടെയെങ്കിലും വെക്കണം എന്ന് വെച്ചാൽ ഇതിനെ ഒരു സൈഡിൽ വെക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ എന്താ പറയുക പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ ഒരു പോകുന്ന വഴിക്കുന്ന ആൾക്കാർ ചോദിക്കും സ്പോർട്സ് ആയിരിക്കുമോ, അങ്ങനെ ചോദിക്കുക. ഇപ്പം ഞാൻ വണ്ടിയെ വർക്ക് ചെയ്യാൻ, ഞാനൊരു TTR ആയിട്ട് വർക്ക് ചെയ്യാണ്. ആൾക്കാർ നമ്മുടെ ഹൈറ്റ് കണ്ടിട്ടാണ് ചോദിക്കുക സ്പോർട്സ് എന്തോ ആണ്. നമ്മൾ ഈ പറയുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ഹൈറ്റ് ഉള്ളതുകൊണ്ട് അത് അങ്ങനെയാണ് വരിക. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും കേട്ടിട്ടുണ്ട്. അപ്പോഴാണ്, അല്ലാണ്ട് നമ്മൾ കണ്ടവരാ. പക്ഷെ നമ്മളാള്ള സമയത്ത് ഒരു ഇത്രയും സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിലും കൂടെ ഫെയിം ഉണ്ടാവുമായിരിക്കും. അതാണ് ഇന്നത്തെയും നമ്മൾ പുറം രാജ്യത്ത് കൊടുക്കുന്ന തൊഴിൽ സാധ്യതയെ പറ്റി പറഞ്ഞില്ല. സ്പോർട്സിൻ്റെ തൊഴിലെന്ന് പറയുന്ന അന്നെന്ന് പറയുന്ന നമുക്ക് ഗ്രേസ് മാർക്ക്, ഒരു സ്കൂൾ നാഷണൽസ് വിൻ ചെയ്താൽ നമുക്ക് ഇത്ര ഗ്രേസ് മാർക്ക്, ഒരു ഇൻ്റർനാഷണൽ പോയാൽ നമുക്ക് ഇത്ര ഇതുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്പോർട്സ് ചെയ്ത് അതിലൊരു ഗ്രേസ് മാർക്ക് മേടിച്ച് അതിൽ ഒരു ജോലി വാങ്ങണം എന്നുള്ളൊരു, അല്ലാതെ ജോലി വാങ്ങിക്കാമല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടെന്ന് എൻ്റെ ഒരു ഇതിൽ കേട്ടോ. സ്പോർട്സ് ചെയ്യുന്നത് ഇപ്പോൾ സ്പോർട്സ് സ്കൂളിൽ തന്നെ നമ്മൾ നോർമലി ഇപ്പോൾ സായിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇന്ന് അന്നത്തെക്കാലം സ്റ്റഫുണ്ട് ഇന്ന്. പക്ഷെ അവർക്ക് ആ ഒരു എന്താ പറയുന്ന ഒരു അതിനേക്കാളും എനിക്ക് പഠിച്ചു വാങ്ങാം എന്നുള്ളത്. പക്ഷെ ഞങ്ങളൊക്കെ ഒരു ആ സമയത്തെന്ന് വെച്ചാൽ നമ്മൾ പഠിത്തം നമുക്കൊരു പ്രശ്നമല്ല. ഞാനൊക്കെ ഒരു ഇന്ത്യൻ ക്യാമ്പിൽ നിന്ന് വന്നിട്ടാണ് SSLC പരീക്ഷ എഴുതിയത്. ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി എന്നുള്ള, തോൽവി എന്ന് പറയുന്നൊരു സാധനം വേണ്ട എന്ന് അത്രയും ചിന്തിക്കുന്നുള്ളൂ. നമുക്ക് ഗ്രേസ് മാർക്ക് കൂടി പാസ്സാക്കാം എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് എന്താ പറയുന്ന, അത് അല്ലാണ്ട് നമുക്ക് മേടിക്കാം എന്നുള്ളൊരിതുണ്ട്. അവസാനം ഒരു ചോദ്യം കൂടി. മലയാളിയുടെ ഒരു പൊതുബോധം കൂടെ ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നന്നാവുന്നത് നമുക്കിഷ്ടമല്ല എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിപ്പോൾ ശ്രീശാന്തിൻ്റെ കാര്യം പറഞ്ഞാലോ, അദ്ദേഹം 2 വേൾഡ് കപ്പ് നേടിയ ഒരു മഹാനായ പ്ലെയറാണ്. ഓസ്ട്രേലിയ വരെ വിറപ്പിച്ച പ്ലെയറാണ്. പക്ഷേ ചെറിയൊരു കഷ്ടകാലം വന്നപ്പോൾ മലയാളി എങ്ങനെ പെരുമാറി. അതുപോലെ ഇപ്പോൾ ശ്രീജേഷിൻ്റെ കാര്യം, അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തു, അദ്ദേഹത്തിന് പ്രൈസ് മണി പ്രഖ്യാപിച്ചു. അപ്പോഴൊക്കെ അതിൽ കണ്ണുകടി ഉണ്ടായിരുന്ന ചില മലയാളികളുണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ തന്നെ. അപ്പോൾ ഈ മലയാളിയുടെ പൊതുബോധം ഒരു മാധ്യമപ്രവർത്തനം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് അവസാനത്തെ ചോദ്യം അതാണ്, നമ്മുടെ കായിക രംഗത്ത് മുന്നോട്ട് പോവാതെ പിടിച്ചു വെക്കുന്നതിൽ ഈ ഒരു നെഗറ്റീവ് മനോഭാവത്തിനും ഒരു പങ്കില്ലേ? അതിപ്പോൾ മലയാളി എന്ന് പറയുമ്പോൾ നമ്മളും കൂടി ഇൻക്ലൂഡഡാണ്. നമ്മൾ പിന്നെ തമിഴനോ അല്ലെങ്കിൽ പഞ്ചാബിയോ ഒന്നുമല്ലല്ലോ. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ആ ഒരു സാധനം, അത് മനുഷ്യ സഹജമായൊരു സംഗതിയാണ് അസൂയ എന്ന് പറയുന്നത്. പക്ഷേ
അതിനെ മറികടക്കുക എന്നുള്ളത് നമ്മൾ ആസ് എ പേഴ്സൺ ഒരു വ്യക്തി എന്ന രീതിയിൽ ബെറ്റർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ അല്ലാത്തൊരവസ്ഥ വരുന്നെങ്കിൽ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ വ്യക്തികൾ എന്ന രീതിയിൽ നമ്മൾ അത്രത്തോളം നല്ല ആരോഗ്യകരമായ ഒരു മാനസികാവസ്ഥ നിലനിർത്തുന്നില്ല എന്ന് തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇത് ശരിയാണ്. പലപ്പോഴും വീണു പോകുന്നവരെ കല്ലെറിയാനുള്ളൊരു പ്രവണത നമ്മൾക്ക് കൂടുതലാണ്. എത്ര ഉയരത്തിൽ നിൽക്കുന്ന ഒന്ന് വീണ് കിട്ടിയാൽ പിന്നെ എറിഞ്ഞ് കൊന്നുകളയും. ഉറപ്പാണത്, നമുക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. എത്ര ഉയരം നമ്മൾ ഉയരത്തേക്ക് പോകുമ്പോൾ പേടിക്കണം എന്ന് പറയണ്ട. ഉയരത്തേക്ക് പോയാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ വീഴ്ചയുടെ ശക്തി കൂടും. അധികം ഉയരത്ത് പോയില്ലേ വീണാൽ കൈയും കാലും ഒടിയില്ല, ചിലപ്പോൾ ഉയരത്ത് വീണാൽ മരിച്ചു. അതേപോലെ തന്നെയാണ് അത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. അതിപ്പം സ്പോർട്സിൽ മാത്രമല്ല, സിനിമയിലല്ല, സാഹിത്യത്തിലൊക്കെ ഉണ്ട്. വീണ് കിടക്കുന്ന ആളെ തല്ലുക എന്നുള്ളത്, നമ്മളെത്ര പേര് നമ്മൾ ആഘോഷിച്ച എത്ര മനുഷ്യരെ നമ്മൾ നിഷ്കരണം തല്ലി കൊന്നിട്ടുണ്ട്. അപ്പം മീഡിയ അതിനോടൊപ്പം ചേരുന്നുണ്ട്. കാരണം എന്താ, മീഡിയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ പ്രതിഫലം തന്നെയാണ്, പ്രതിഫലനമാണ്. മീഡിയ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതല്ല. നമ്മൾ അമേരിക്കയെന്നോ അല്ലെങ്കിൽ ചൈനയെന്നോ റഷ്യയെന്നോ അല്ല മീഡിയ പ്രവർത്തകർ വരുന്നത്, നമ്മുടെ ഇടയിലുള്ള ആളുകൾ തന്നെ. സ്വാഭാവികം ഈയൊരു ബോധം നമ്മൾ കഴിവുള്ളവരെ അംഗീകരിക്കുക, അവരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക എന്നൊരു ബോധം നമ്മൾ വളർത്തിയെടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ സൊസൈറ്റിയുടെ ഉള്ളിലുള്ള നമ്മളുടെ പോലെയുള്ള പിന്നെ തൊലിയുള്ളവരെയും നമ്മളെ പോലെയുള്ള രൂപമുള്ളവരെയും താരങ്ങളായിട്ട് അംഗീകരിക്കാൻ നമുക്ക് പറ്റുള്ളൂ, അല്ലേ? അത് വേണം. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, താരങ്ങൾ നമ്മളെ ഇടയിൽ തന്നെയാണ് വളരുന്നത്. നമ്മളുടെ ഓരോ ക്ലാസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകളിൽ നിന്നാണ് നാളത്തെ വലിയ എഴുത്തുകാരോ അല്ലെങ്കിൽ നാളത്തെ വലിയ കായിക താരങ്ങളോ സിനിമാ താരങ്ങളോ ഒക്കെ വളർന്നു വരേണ്ടത്, അല്ലേ? മോഹൻലാലും മമ്മൂട്ടി IM വിജയനൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ച് ആ ക്ലാസ്സിൽ അവരിയ്ക്കുമ്പോൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് സത്യമാണ്. അപ്പോൾ അത് നമ്മൾ അസൂയല്ല വേണ്ട, നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു മാനസികാവസ്ഥ അന്യ പറഞ്ഞാൽ ശരിയാണ്, കുറച്ചൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ട്, അത് മാറ്റിയെടുത്തേ പറ്റൂ. അതും ഇത്തരം താരനിർമ്മിതിക്ക് ആവശ്യമാണ്. താരങ്ങൾ ആവശ്യമാണ് ഏത് ഫീൽഡിലും ഏത് രംഗത്തും. വലിയ താരങ്ങളുണ്ടെങ്കിൽ ആ താരങ്ങളാണ് പിന്നീട് വരുന്ന തലമുറയെ പ്രചോദിപ്പിക്കേണ്ടത്, അവർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നത്. ഇനി നിങ്ങൾക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, ഞാൻ ഏറെ വൈകിയാണ് വന്നത്. അതുകൊണ്ട് ഈ ചോദ്യം ഇതിന് മുൻപ് ചോദിച്ചിട്ടുണ്ടോ, ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ ടോപ്പിക് തന്നെ കേരളത്തിൻ്റെ കായിക ഭാവി ചാടിക്കിടക്കേണ്ട ഹഡിൽസ് എന്നാണ്. അപ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് പ്രധാനമായിട്ടും നമ്മുടെ കേരളം നേരിടുന്നത് ഈ സ്പോർട്സിൻ്റെ മേഖലയിൽ? നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഇതിനെ ആൻസർ ചെയ്യാവുന്നതാണ്. വെല്ലുവിളികളെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. ഇത് തന്നെയാണ് പ്രശ്നം, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ. ഞാനിപ്പം തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പഠിച്ച കോളേജാണ് ഇവിടെ. അന്ന് പഠിച്ച കാലത്ത് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കുറ്റം പറയുന്നതല്ല, കൂടുതൽ ക്ലാസ് റൂമുകൾ വേണ്ടപ്പോൾ അത് നിർമ്മിക്കാനുള്ള സ്ഥലമില്ല, അതിനുവേണ്ടി അത് എടുത്തു പോകുന്നുണ്ടാവും. പക്ഷേ അവിടെ എല്ലാം തന്നെ നമ്മൾ ആദ്യം തട്ടിക്കളയുന്നത് സ്പോർട്സിനെയാണ്. നമ്മളൊരു സ്പോർട്സിനുള്ള ഗ്രൗണ്ട് ഇപ്പം കോഴിക്കോട് ഫുട്ബോൾ ഭ്രാന്തന്മാരുടെ നഗരമാണ്, അങ്ങനെയാണല്ലോ പറയുക. ഫുട്ബോൾ ഭ്രാന്ത്, നമുക്ക് ഭക്ഷണത്തിൻ്റെയും ഫുട്ബോളിൻ്റെയും സംഗീതത്തിൻ്റെയും നഗരമാണ് കോഴിക്കോട് എന്നാണ് നമ്മളെപ്പോഴും പറയാറുണ്ടായിരുന്നു പണ്ട്. പക്ഷേ കോഴിക്കോട് ഫുട്ബോളിന് മാത്രമായൊരു ഗ്രൗണ്ടില്ല. നല്ല ഫുട്ബോൾ മത്സരങ്ങൾ നടത്താനുള്ള, ഇപ്പം മെസ്സി കേരളത്തിൽ വന്ന് കളിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ കേരളത്തിൽ വന്ന് കളിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചു മെസ്സി വരുമോ? ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം മെസ്സി കേരളത്തിൽ വന്ന് കളിക്കണമെങ്കിൽ ഫിഫയുടെ റൂൾസ് റെഗുലേഷൻസുമുള്ള അംഗീകരിക്കപ്പെടുന്ന ഒരു ഗ്രൗണ്ട് ഇവിടെ വേണം. അത് ഭയങ്കര കടുത്ത നിബന്ധനകളുണ്ട്. അങ്ങനെയുള്ളൊരു ഗ്രൗണ്ടിലെ മെസ്സിക്ക് കളിക്കാൻ ഫിഫ അനുമതി കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അനുമതി കൊടുക്കുള്ളൂ. അങ്ങനത്തെ ഒരു ഗ്രൗണ്ട് നമുക്കില്ല. നമ്മൾ ഈ TV-യിൽ കാണുന്നു എന്നല്ലാതെ അത്തരം ഗ്രൗണ്ടുകൾ, അത്തരം ഫെസിലിറ്റീസ് ഒന്നും നമുക്കില്ല. അത് സത്യമാണ്. അത് എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള രാജ്യമാണ്. ഡെൻസിറ്റി വെച്ചാൽ ജനസാന്ദ്രത, ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ആളുകൾ വസിക്കുന്നത്. അപ്പം പ്രയോറിറ്റൈസ് ചെയ്യുന്നു. നമ്മൾ ഭക്ഷണം, പാർപ്പിടം, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ പരിഗണന നമുക്ക് സ്പോർട്സ് നൽകാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനുള്ള സ്ഥലങ്ങളില്ല. എന്താണ് ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടത്താമെന്നൊക്കെ പറയുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. ഒളിമ്പിക്സിൻ്റെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇതൊക്കെ നമ്മൾ
കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അല്ലാതെ IOCയുടെ നോംസ് അനുസരിച്ചുള്ള ഗ്രൗണ്ടുകൾ, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ലോക ജനസംഖ്യയിലെ 7 ഇന്ത്യക്കാരാണ്, അറിയില്ലേ? ലോക ജനസംഖ്യയുടെ 7 ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇത്രയും ജനത വസിക്കുന്നത് ലോകത്തിൻ്റെ ചെറിയൊരു ഭാഗത്താണ്. സ്വാഭാവികമായിട്ടും അതൊരു പരിമിതിയാണ്. പക്ഷേ ഇതൊരു പ്ലസ് പോയിൻ്റ് കൂടിയാണ്. കാരണം എന്താ അറിയോ, മനുഷ്യ വിഭവം നമുക്കുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, അതിൽ നിന്ന് കൂടുതൽ ആൾക്കാരെ കണ്ടെത്താനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷേ ഈ പ്രധാന ഹഡിൽസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, പിന്നെ കായികമായ ഒരു ബോധമില്ല. നമ്മുടെ ആരോഗ്യമാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ശരീരമാണ് എന്ന ബോധം നമുക്ക് എന്നുണ്ടാകുന്നോ അത് നമ്മൾ സ്പോർട്സ് വളരെ ശക്തമായിട്ട് സജീവമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെ പറയാനുള്ളത്. എൻ്റെ പേര് അശ്വതി, ഞാൻ MCC കോളേജിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് മാമിനോടാണ്. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ബോക്സിംഗ് ആണ് പഠിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത് ബോക്സിംഗ് പഠിക്കുന്ന സമയത്ത് അവൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലായിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവളെ ഒരു ചാമ്പ്യൻഷിപ്പിന് ഇറക്കുന്ന സമയത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവൾ സാമ്പത്തികമായിട്ട് പിന്നിലായതുകൊണ്ട്. അപ്പോൾ ഈ സ്പോർട്സിൽ പാർഷ്വാലിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടോ? എന്നുവെച്ചാൽ ഉന്നതരുടെ കുട്ടികൾക്ക് മാത്രമേ ഇതിന് കയറാൻ പറ്റുള്ളൂ, അല്ലാതെ കുറച്ച് താഴ്ന്നതിൽ മീൻസ് പൈസ ഇല്ല, സാമ്പത്തികമായിട്ട് ഇല്ല എന്നുള്ള കുട്ടികൾക്ക് ഇത് കയറാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് സ്പോർട്സിനുണ്ടോ? ചോദിച്ച ചോദ്യം എന്തായാലും വളരെ നല്ലൊരു ചോദ്യം. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാലും ഉണ്ട്. ഇപ്പം ഞാൻ വന്ന് ഏറ്റവും പക്ഷെ ആ ഒരു ചോദ്യത്തിൽ എന്താ വേണ്ടത്, ആ കുട്ടിക്ക് ഒരു നല്ലൊരു ബോക്സർ ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആ കുട്ടിയുടെ താഴ്ന്ന ജാതിയോ മതമോ ഇനി പൈസ ഇല്ലായ്കയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു കരിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയിലെ നാട്ടുകാർ ഏറ്റവും ബേസിക്, വേറെ എവിടെയും പോകണ്ട, ഒരു 10 ആൾ കൂടിയിട്ട് ആ കുട്ടീനെ മത്സരിപ്പിക്കേണ്ട ഒരു കടമ ആ നാട്ടിലുള്ളവർക്കുണ്ട്. അത് അവിടെ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ കുട്ടിയുടെ കരിയർ അടുത്തൊരു സ്റ്റേജിൽ കാണേണ്ടത് എവിടെയാ? ആ മത്സരം കഴിഞ്ഞാലേ കാണുള്ളൂ. അപ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു പേപ്പർ കട്ടിങ്ങിൽ വരിക, ഇന്ന കുട്ടിക്ക് ഇന്ന ഗോൾഡ് അടിച്ചു എന്ന് വരിക. പക്ഷെ ഈ മത്സരിക്കാതെ ഇരുന്നാൽ വരില്ലല്ലോ. പക്ഷെ ആദ്യം തന്നെ അതാ പറയുന്നത്, നമ്മൾ ഇപ്പം എല്ലാവരും കോടീശ്വരന്മാരായിട്ടൊന്നുമല്ല ജനിക്കുന്നത്, സാധാരണക്കാരൻ. ഞാനും കൂലിപ്പണിക്കാരനായ അച്ഛൻ്റെയും അമ്മേൻ്റെയും കയ്യിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. നമ്മുടെ നാട്ടിൽ ഞാനൊരു സ്പോർട്സ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യകാലങ്ങളിൽ എനിക്കുണ്ടായ വിമർശനങ്ങൾ ഞാൻ പറയാം. ഇപ്പം ഈ ഒരു പെൺകുട്ടി പോയിട്ട് സ്പോർട്സിൽ ഇപ്പം മെഡൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നാട്ടുകാരുടെ മുന്നിൽ ഞാനൊരു ഇൻ്റർനാഷണൽ പ്ലെയറായി ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായി വന്നപ്പോൾ അവരെന്നെ വാനോളം കൊണ്ടു നടന്നു. അത് നമ്മൾ നോർമലി അങ്ങനെയാണ്. നമ്മളിത് എന്തോരം ഉയർച്ച ഉള്ളപ്പോൾ മേലെത്തിക്കും, താഴെയുള്ളപ്പോൾ അവിടെ ഇപ്പം സാറ് നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിലെല്ലാം ഉള്ളിരിക്കുന്ന കുശുമ്പെന്ന് പറയുന്നൊരു സാധനമുണ്ട്. അവൾ അങ്ങനെ പോവണ്ട, അവിടെ നിന്നോട്ടെ, അത് നോർമലിലാണ്. പക്ഷേ ഞാനിപ്പോൾ ആ ഒരു കേസ് പറഞ്ഞില്ലേ, ആ ഒരു കേസ് എന്ന് പറയുന്നത് 10 ആൾക്കാരുടെ അടുത്ത്, അറിയുന്ന ഒരാൾക്കാരുടെ അടുത്ത് ആ കുട്ടിക്ക് ഒരു കരിയർ ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവളെ എങ്ങനെയും ആ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. ആരോടെങ്കിലും അവിടുത്തെ ആ പഞ്ചായത്തിലൊരു പ്രസിഡൻറ്റോ അല്ലെങ്കിൽ സെക്രട്ടറിയോ ആരോടെങ്കിലും പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ചിലപ്പോൾ ആ കുട്ടിയായിരിക്കും നാളെ ഒരു ഒളിമ്പിക്സ് മെഡലും കൊണ്ട് വരേണ്ടത്. മനസ്സിലായോ? ഇന്ന് ആ കുട്ടി സ്റ്റാർട്ട് ചെയ്താലായിരിക്കും 10 വർഷം 15 വർഷം കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു ഇൻ്റർനാഷണൽ മെഡൽ ഉണ്ടാവുക. ആദ്യമേ എല്ലാ സ്പോർട്സുകാരുടെ മുന്നിൽ നല്ല ഓർമ്മകളൊന്നുമില്ല, വേദനിപ്പിക്കുന്ന ഓർമ്മകളേ ഉള്ളൂ. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും എന്നെ പൂമാലിട്ട് സ്വീകരിച്ചു, എന്നെ മറ്റേ ആദരവ്, അതൊന്നുമില്ല. പക്ഷേ എല്ലാവരുടെ ജീവിതം എടുത്ത് ഏറ്റവും സ്പോർട്സിൻ്റെ ടോപ്പിലിരിക്കുന്ന ഒരാളുടെ ജീവിതം ചോദിച്ചു കഴിഞ്ഞാൽ ആ ആളുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോലും ഫീൽ ചെയ്യിപ്പിക്കും, ഇങ്ങനെ ആയിരുന്നോ എന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള ഏതെങ്കിലും സ്പോർട്സ് ഇപ്പം നിങ്ങളുടെ കൂടെ ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിൽ പോലും നിങ്ങൾ അവരെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ നിന്ന് 100 രൂപ കൊടുക്കാനേ ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിക്ക് നാളെ അത് നിങ്ങൾക്ക് 100 അല്ല 1000ങ്ങളായിട്ട് തിരിച്ചു തരാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങൾ ആ കുട്ടി എത്തും. നമ്മളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ കുശുമ്പെന്ന് പറയുന്ന സാധനം മാറ്റി വെക്കുക, അങ്ങനെ അവൾ മാത്രം രക്ഷപ്പെടേണ്ട, അത് മാറ്റി വെക്കുക, എന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യമില്ലേ, നമ്മൾ പാവപ്പെട്ടവന് റെക്കമെൻഡേഷനും പൊളിറ്റിക്സും ഒരുപാടാണ്.
അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വേറെ രീതിയിലേക്ക് മാറിപ്പോവും. അതുകൊണ്ട് പറഞ്ഞാൽ അത് ഞാനൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ, ഒരു കോമൺ ആയിട്ട്. നമ്മുടെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ചാടി കടക്കേണ്ട ഹഡിൽസ് ഒരുപാടുണ്ട്. അതായത് നമ്മുടെ മൊത്തം ചർച്ചയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ശുഭഭാവിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുക. സ്പോർട്സ് എന്ന് പറയുന്ന മത്സര ഇനമോ തൊഴിൽ കിട്ടാനുള്ള സാധ്യതയോ മാത്രമല്ല, നമ്മുടെ ആരോഗ്യം കൂടിയാണ്, നമ്മുടെ മനോഭാവം കൂടിയാണ്, ജീവിത രീതിയാണ്, അതൊരു സംസ്കാരമാണ്. അപ്പോൾ അത് ഉൾക്കൊള്ളുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹാപ്പി.